ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖൽബുൽ ഖുർആന്റെ 51, 52, 53 എന്നീ ആയത്തുകളുടെ ചർച്ചകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാരത്രിക ജീവിതം കഴിഞ്ഞ് ഒരു പുനരുദ്ധാരണം, അതായത് ഖബർ ജീവിതം. പാരത്രിക ജീവിതം തുടങ്ങുന്നത് ഖബർ ജീവിതത്തോടുകൂടിയാണ്. ആ ഖബർ ജീവിതം അവസാനിക്കുന്ന നിമിഷം പുനരുദ്ധാരണ നിമിഷം. ആ പുനരുദ്ധാരണ നിമിഷത്തിൽ ഓരോരുത്തരും അവരുടെ ഖബറകളിൽ നിന്ന്, ഉറക്കറയിൽ നിന്ന് അവരെഴുന്നേറ്റ് റബ്ബിന്റെ സമക്ഷത്തിലേക്ക് പോകും. ആ പോകുന്ന രൂപം നടന്നുകൊണ്ടല്ല, ആ പോകുന്ന വേഗതയെപ്പറ്റി നാം പറഞ്ഞു. എങ്ങനെയാണ് അവർ പോകുന്നത്? ശരീരമിളകി ഓടുന്നവരായി റബ്ബിന്റെ സമക്ഷത്തിലേക്ക് പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. മാത്രവുമല്ല, അവരോരോരുത്തരും പരസ്പരം ചോദിക്കും, ആരാണ് നമ്മളെ ഇവിടുന്ന് വിളിച്ചുണർത്തിയത്? ഈ ഉറക്കറയിൽ നിന്നും വിളിച്ചുണർത്തിയത് ആരാണ്? എന്നിട്ട് പറയും, ഹദാ മാ വഅദർ റഹ്മാൻ, ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനം ഇതാ സംഭവിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ തീരുമാനം, അല്ലാഹു പറഞ്ഞുറപ്പിച്ച കാര്യം ഇതാ സംഭവിച്ചിരിക്കുന്നു. ആ കാര്യമാണിത്. വസദഖൽ മുർസലൂൻ, മുർസലീങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറഞ്ഞത്, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ആരാണ് പറയുന്നത്? ഈ സദഖൽ മുർസലൂൻ എന്നും മൻ ബഅസനാ മിൻ മർഖദിന എന്നും ആരാണ് പറയുന്നത്? മൻ ബഅസനാ മിൻ മർഖദിന, ഉറക്കറയിൽ നിന്നും നമ്മളെ വിളിച്ചുണർത്തിയത് ആരാണ് എന്നെല്ലാവരും ചോദിക്കും. സത്യവിശ്വാസികളും സത്യനിഷേധികളും മുഅ്മിനീങ്ങളും മുഅ്മിനല്ലാത്തവരും ഒക്കെ ഈ ചോദ്യം ചോദിക്കുമെന്നാണ്. എന്നാൽ ഇത് അല്ലാഹു തആല പറഞ്ഞുറപ്പിച്ച കാര്യമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അല്ലാഹു പറഞ്ഞു വെച്ചത് എത്രയോ സത്യമാണ്. മുർസലീങ്ങളാകുന്ന പ്രവാചകന്മാർ പറഞ്ഞു വെച്ചത് എത്രയോ സത്യമാണ് എന്ന് പറയുന്നത് സത്യനിഷേധികൾ കൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ല എന്നാണ് അഭിപ്രായം. ശരിക്കും ഈ ഒരു ഡയലോഗ് പറയുന്നത് ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ, ഈ സംഭവിക്കുന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുറപ്പിച്ച കാര്യമാണ് എന്ന് പറയുന്നത് മലക്കുകളും അമ്പിയാക്കളും സ്വഹാബത്തും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളുമായ വിഭാഗമാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവിടെ അഭിപ്രായപ്പെടുകയാണ്. പിന്നെ നമുക്കൊരു ചോദ്യം ഇതിൽ വരുന്നത്, ഉറക്കറയിൽ നിന്നും വിളിച്ചുണർത്തിയത് ആരാണ്, ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ ഖബറിൽ പ്രത്യേകിച്ച് അദാബൊന്നും ഇല്ലായിരുന്നു? ഖബറിൽ അദാബ് അനുഭവിച്ചിരുന്നവരാണെങ്കിൽ ഖബറിലെ ഭീതിജനകമായ അന്തരീക്ഷങ്ങളെ പറ്റി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ അന്തരീക്ഷങ്ങളിലൂടെ കടന്നു വന്നവരായിരുന്നെങ്കിൽ വിളിച്ചുണർത്തിയത് സാധാരണഗതിയിൽ അതൊരു സമാധാനത്തിന്റെ വിളിച്ചുണർത്തലല്ലേ? പിന്നെന്തിനവരങ്ങനെ ചോദിക്കണം? ഞങ്ങൾ വിളിച്ചുണർത്തിയത് ആരാണ്? അപ്പൊ എന്തോ സ്വസ്ഥമായിട്ടായിരുന്നു ഖബറിൽ, സമാധാനത്തിന്റെ കേന്ദ്രമായിരുന്നു ഖബറിൽ. അവര് ചോദ്യം നമുക്കുടലെടുത്തേക്കാം. അതിനൊക്കെ വ്യക്തമായ മറുപടി പരിശുദ്ധമായ ഖുർആന്റെ വിശദീകരണത്തിൽ മഹാന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. കാരണം നല്ല രൂപത്തിലുള്ള ഉറക്കമാണെങ്കിലാണല്ലോ വിളിച്ചുണർത്തുമ്പോൾ അവർ ആ ഒരു ചോദ്യം ചോദിക്കുള്ളൂ, നിങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണ് എന്ന് ചോദിക്കുള്ളൂ. ഇവിടെ മഹാന്മാർ മറുപടി പറയുന്നത്,
അവരാ ഒരു ചോദ്യം ചോദിച്ചു പോയത് മൻ ബഅസനാ മിൻ മർഖദിന, ഞങ്ങളുടെ ഖബറുകളിൽ നിന്നും ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണ് എന്നവർ ചോദിച്ചു പോകുന്നത്. ആ പാരത്രിക ജീവിതം അല്ലെങ്കിൽ ആ മഹ്ശറ, ആ വിചാരണ, ആ പുനരുദ്ധാരണത്തിന്റെ ഭയം അവരിലേക്ക് വന്നിട്ട് ആ പെട്ടെന്നുള്ള ഒരു അട്ടഹാസം മുഴങ്ങി അവർ പുനർജീവിച്ചപ്പോൾ അവർ സംഭവിച്ചതൊക്കെ അതിന്റെ ആഘാതത്തിൽ മറന്നുപോയെന്നാണ്. ആ വിചാരണയുടെ നിമിഷം അവരെ മുമ്പിലേക്ക് കടന്നു വന്നതോടുകൂടി എല്ലാം മറന്നു. ഖബറിന്റെ അദാബുകൾ അവർ മറന്നുപോയി. ഖബറിന്റെ വേദനാജനകമായ അന്തരീക്ഷം അവർ മറന്നുപോയി. അതാണ് അവരങ്ങനെ ചോദിച്ചത്. പിന്നെ രണ്ടാമതായി മഹാന്മാർ വിശദീകരണം നൽകുന്നത്, അവരിതുവരെ അറിഞ്ഞിരുന്ന ഖബർ ശിക്ഷ എന്ന് പറയുന്നത് അല്ലാഹു തആല നേരിട്ട് കാണിക്കുന്നതല്ല, മുഖാമുഖം അവരിതുവരെ ദർശിച്ചത്, ഖബറിൽ അനുഭവിച്ചതൊക്കെയും നേരിട്ടവർ കാണാൻ പോവുകയാണ്. നരകത്തിലെ അദാബുകൾ അവർ കാണുന്നു. വിചാരണയിലെ ഭീതിജനകമായ അന്തരീക്ഷം. ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുന്നു. തീയിനാൽ തിളച്ചു മറിഞ്ഞ ചെരുപ്പുകൾ ധരിച്ചുകൊണ്ട് വിഭാഗങ്ങൾ അവിടെ നിൽക്കുന്നു. വല്ലാത്ത ചൂടേറിയ അന്തരീക്ഷം, വിചാരണ. അപ്പോ ആ വിഭാഗം ആളുകൾ മൻ ബഅസനാ മിൻ മർഖദിന എന്ന് ചോദിക്കാൻ കാരണം ഇതിനേക്കാൾ എത്രയോ ഭേദം ഖബറായിരുന്നല്ലോ എന്ന നിലയ്ക്കാണ് അവർ ചോദിക്കുന്നത്. ഇത് വല്ലാത്ത കഠിനമേറിയ ഒരു വലിയ സംഗമ വേദിയിലേക്കാണല്ലോ ഞങ്ങളിത് പുനരുദ്ധാരണം ചെയ്തിരിക്കുന്നത്. ഖബറിൽ ഇത്രയും പ്രയാസമില്ലായിരുന്നല്ലോ എന്നുള്ള ആ ഒരു ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നത്. മൻ ബഅസനാ മിൻ മർഖദിന, അല്ലാതെ ഖബർ ശിക്ഷ ഇല്ലാഞ്ഞിട്ടല്ല. ഖബറിന്റെ അദാബുകളെ പറ്റി സൂറത്തുൽ ഫാത്തിഹ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരുപാട് വിശദീകരിച്ചു ഖബറിന്റെ അദാബുകളെ പറ്റി, ഖബറിന്റെ വിഷമിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന അവസ്ഥകളെ പറ്റി. ഒന്നുമല്ല പുനരുദ്ധാരണമായി കഴിഞ്ഞാൽ ആ വിചാരണ വേദിയിലേക്ക്, സംഗമവേദിയിലേക്ക് ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് റബ്ബ് പറഞ്ഞ ആ ഒരു റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരും മനസ്സുകൊണ്ട് ചിന്തിച്ചു പോകുന്നത് ഞങ്ങളുടെ ഉറക്കറ, ഞങ്ങളുടെ ഖബർ ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു എന്നാണ്. അല്ലാതെ തെറ്റിദ്ധരിച്ചുകൂടാ ഈ ആയത്തോതുമ്പോൾ എന്ന് മഹാന്മാർ അവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാതെ ഖബർ ജീവിതത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. ഖബറിൽ സുആലുണ്ടാകുമെന്നത് സത്യമാ, അത് വിശ്വസിക്കേണ്ടുന്നതും നിർബന്ധമാ. ഖുർആൻ ശരീഫിൽ തന്നെ സൂചനയുള്ളതാ, സൂറത്ത് ഇബ്രാഹിം അതിൽ കാണുന്നതാ. കൂടാതെ തന്നെ ഹദീസുകൾ പെരുത്തുണ്ട്, എണ്ണുന്ന പക്ഷം 70-നടുത്തുണ്ട്. അതുകൊണ്ട് ഖബർ ജീവിതം സത്യമല്ല എന്ന് പറയാൻ കഴിയില്ല. ഖുർആൻ കൊണ്ട് അത് നിജപ്പെടുത്തിയ കാര്യമാണ്, ഹദീസുകളെ കൊണ്ട് അത് നിജപ്പെടുത്തിയ കാര്യമാണ് എന്ന് മഹാനായ തഴവ ഉസ്താദ് അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്നെല്ലാം വിട്ടുമാറി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സദഖല്ലാഹു മൗലാനൽ അലീം. അസ്സലാമു അലൈക്കും.